എത്ര ദിവസമായല്ലേ നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട്. ഇന്ന് വലിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് തൂത്തുവാരി തുടയ്ക്കുക, അതാണ് കേട്ടോ. കുറേ ദിവസമായി ക്ലീൻ ചെയ്തിട്ട്. ഞാൻ മനഃപൂർവ്വം വീഡിയോ എടുക്കാത്തതല്ല, ഞാൻ ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറേ ദിവസമായിട്ട് കുറച്ച് മടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാനോ ഒന്നിനും ഒരു മൈൻഡേ ഇല്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാളെ വൈകിട്ട് അമ്പലത്തിലൊന്ന് പോകണം. അപ്പം അതുകൊണ്ട് ഇന്നൊന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഇന്ന് മെയിനായിട്ടും ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴത്തേനും വയ്യ, വേണോ വേണ്ടായോ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വീട് ഇത്തിരി വൃത്തിയായിട്ട് കിടക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ അങ്ങ് ചെയ്യുന്നു. പിന്നെ കുറേ ദിവസമായി ക്ലീനിങ് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്, ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇന്നെന്തായാലും ഒരു ലോങ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ദിവസം, 2-3 ദിവസം എന്തോ ആയി. ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിന് പോലും എനിക്കിപ്പോൾ മടിയാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, എന്ത് പറ്റിയെന്നറിയത്തില്ല. വോയിസ് ഓവർ കൊടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ഇരിക്കാൻ വയ്യ. ഇപ്പം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണും എടുത്തുകൊണ്ട് റൂമിൽ വന്നിട്ട് ഇരുന്നാലും ഞാൻ ഇൻസ്റ്റ തുറന്നിട്ട് റീലും കണ്ടുകൊണ്ടിരിക്കും. അതാണിപ്പോൾ എൻ്റെ മെയിൻ പരിപാടി. മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. നീലൂസ് രാവിലെ പോയി കഴിഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്യുന്നത്, ചേട്ടായിയും 10 മണിയാകുമ്പോൾ പോവും. അപ്പം ഞാൻ ചെയ്യുന്നത്, ആദ്യം വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അൺലിസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിടും. അപ്പോൾ ആ ഒരു കാര്യവും കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് സമയത്ത് അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി വീഡിയോ. അപ്പം അത് ലാഗടിക്കത്തില്ല. അപ്പം അതിന് ഞാൻ യാതൊരു മുടക്കവും ഇതുവരെ വരുത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എന്താണെന്നറിയത്തില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ. എന്താ പറയുക, രാവിലെ രണ്ടുപേരും പോയി കഴിയുമ്പോൾ 10 മണിക്ക് ചേട്ടായിയും പോവും. പോയി കഴിയുമ്പോൾ ഞാൻ കയറി കിടന്ന് ഉച്ച വരെ കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ. അപ്പം അടുക്കളയിലെ എല്ലാം ആവും. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ചോറും കഴിച്ചിട്ട് പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത്, അടുക്കള ക്ലീൻ ചെയ്തിട്ട് അപ്പോഴത്തേനും നീലൂസ് വരും. പിന്നെ അവനുള്ള ഫുഡിൻ്റെ കാര്യവും അവൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും. അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാം മാറി മറിഞ്ഞ് തകിടം മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതൊക്കെ ഇനി ഒന്ന് സെറ്റാക്കി എടുക്കണം. പഴയതുപോലെ രണ്ടുപേരും പോയി കഴിയുമ്പോൾ ഉടനെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കണം. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യണം. പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോസ് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നീലൂസ് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്നത്. 3 മണിക്ക് ശേഷമാണ് ക്ലീനിങ് ചെയ്യുന്നത്. അതാണ് നീലൂസ് ഇതോ ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വന്ന് മേലൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ആയപ്പോഴത്തേനും ക്ഷീണം കാരണം നീലൂസ് അങ്ങ് കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ അവ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഹാളെല്ലാം ഒന്ന് തൂത്തു. ബെഡ്റൂമും 2 ബെഡ്റൂമും തൂത്തു. അത്ര ഡീപ്പ് ക്ലീനിങ്ങിലോട്ടല്ല ഞാൻ പോകുന്നത് കേട്ടോ. അതാണ് ഞാൻ തോർത്ത് വെച്ചിട്ട് മാസ്ക് ഒന്നും കെട്ടാത്തത്. പിന്നെ മെയിനായിട്ടും നമ്മുടെ ചവിട്ടുമെത്തകളെല്ലാം എടുത്ത് കഴുകിയിട്ട് വേറെ മാറ്റി തറയിൽ വിരിക്കണമായിരുന്നു. അപ്പോൾ അത് കുറേ ദിവസമായി എടുത്ത് മാറ്റി കഴുകിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതും കൂടി അങ്ങ് നടക്കട്ടെ എന്ന്. പിന്നെ വേറൊരു മെയിനായിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് തുണി നനയ്ക്കലാണ്. തുണി നനയ്ക്കാനും ഇപ്പോൾ ഭയങ്കര മടിയാട്ടോ. കൂട്ടിയിടും. എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്നും ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു മൂഡില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇടാനായിട്ട് വേറെ ഒന്നും ഇല്ല. നനച്ചേ പറ്റൂ എന്ന് വരുമ്പോഴത്തേനും കുറച്ചെടുത്ത് നനയ്ക്കും. അങ്ങനെ കുറേശ്ശെ നനയ്ക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പറഞ്ഞ് മടിയുടെ അങ്ങേയറ്റം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. കുറേ ദിവസമായല്ലോ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ കീഴിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നേ. അപ്പോൾ ദിവസവും എന്താ പറയുക, തൂത്തുവാരി കഴിഞ്ഞാലും ദിവസവും തൂക്കാറുണ്ട് കേട്ടോ. എന്നാലും എന്നും തൂത്താലും ഇന്ന് തൂത്ത് കഴിഞ്ഞിട്ട് നാളെ തൂക്കുമ്പോഴത്തേനും ഇന്ന് തൂത്തതിനെക്കാട്ടി നല്ല പൊടികൾ കാണും. അതെന്താണെന്നറിയത്തില്ല, ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ചിലന്തി വല അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ വന്നിട്ട് ഇപ്പം 2 മാസമായി. അപ്പം ഇതുവരെയും അങ്ങനെ, അതായത് നമ്മളിവിടെ വാടകയ്ക്ക് വീട് മാറി വന്നതിന് ശേഷം ഇപ്പം 2 മാസമായി. അപ്പോൾ ഇതുവരെ ചിലന്തി വല എന്നുള്ളൊരു പ്രശ്നമില്ല. ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ അധികം നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനൊരു പ്രശ്നം ഇല്ല. പിന്നെ അടുക്കളയിൽ മെയിനായിട്ടും എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നേ. ഞാനീ പറഞ്ഞ പോലെ കുറേ നാളായാലും ക്ലീനൊക്കെ ചെയ്തിട്ട് ടൈലും കൂടി ആയതുകൊണ്ട്
ഒരു ചെറിയ അഴുക്കോ പൊടിയോ എന്തെങ്കിലും കിടന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ എല്ലാം ടൈല് മൊത്തവും കറ പോലെ ഒക്കെ ആയി ഉണങ്ങിപ്പിടിച്ച് ഒക്കെ ഇരിക്കുമായിരുന്നു. തുടച്ചെടുത്തപ്പോൾ ഇത്തിരി പാടുപെടേണ്ടി വന്നു. ജസ്റ്റ് ഒന്ന് ഓട്ടത്തോടൊപ്പം തുടയ്ക്കുന്നതേ ഉള്ളൂ, എന്നാലും ഇത്തിരി പാടുപെടേണ്ടി വന്നു കേട്ടോ, ആ ഒരു കറയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. അടുക്കളയിൽ താഴെ ആ ഒരു മേശയുടെ താഴെ ആണ് നമ്മളെല്ലാ സാധനങ്ങളും വെക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എല്ലാ വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞ് അടുക്കളയാണ്. അപ്പോൾ അത്രയും സൗകര്യങ്ങളില്ല അവിടെ. കബോർഡുണ്ട്, എന്നാലും കബോർഡിനകത്തും നമുക്ക് വെക്കാനായിട്ടുള്ള എന്താ പറയുക, അതിനകത്ത് വെച്ചാലും നമുക്ക് ബാലൻസ് സാധനങ്ങൾ വരും. അപ്പം അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക, സ്റ്റോറേജ് ബോക്സ് പോലെ എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അത് വാങ്ങണം, എനിക്കത് വാങ്ങണമെന്നുണ്ട്. എന്നാലേ സാധനങ്ങളൊക്കെ, നമ്മുടെ പലചരക്ക് സാധനങ്ങളുണ്ടല്ലോ, കടല, പരിപ്പ്, നമ്മൾ കവറിൽ വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങളെല്ലാം മേശയുടെ താഴെയായിട്ട് മുറത്തിലാട്ടോ വെച്ചേക്കുന്നത്. അത് മൊത്തം വലിച്ചു വാരി തൂക്കാനും വാരാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഇരിക്കുക കേട്ടോ. തൂക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാം പറക്കി മാറ്റി മുകളിലോട്ട് വെച്ചിട്ട് വേണം എന്നും തൂക്കാനായിട്ട്. അതുകൊണ്ട് മടി കാരണം ഞാനത് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്ത് കഴിഞ്ഞിട്ട് തുടയ്ക്കാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ ചേട്ടായി ഇതുവരെ വന്നിട്ടില്ല. ചേട്ടായി ചിലപ്പോൾ രാത്രിയൊക്കെ ആവും വരാനായിട്ട്. അപ്പം എല്ലാം ക്ലീൻ ആക്കിയപ്പോഴത്തേനും ഇട്ടിട്ട് ഇന്ന് വിളക്ക് കത്തിക്കണം. നാളെ ആട്ടോ അമ്പലത്തിൽ പോകുന്നത്. ഇന്ന് പോവാനായിട്ട് സമയം കാണത്തില്ല. ചേട്ടായി അതിൻ്റെ സമയമൊക്കെ കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്ന് പോവാനായിട്ട് പറ്റത്തില്ല. വേണമെങ്കിൽ നടന്ന് പോവാം, പക്ഷേ ചേട്ടായും കൂടെ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ, 3 പേരും കൂടെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാളെ ആകുമ്പം വൈകിട്ട് ഒരു 6:30 ആയിട്ട് പോയാലും മതി അമ്പലത്തിലോട്ട്. ദീപാരാധന കഴിഞ്ഞാലും നമുക്ക് കയറി തൊഴാമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുവാണ്. ഇൻ കേസ് ചേട്ടായി വന്നില്ല, ജോലി തിരക്കായിട്ട് പോവുക എന്നുണ്ടെങ്കിൽ ഞാൻ നീലുസൂടെ പോയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഹാളിലെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോ സാധനങ്ങൾ പൊസിഷൻ മാറ്റുന്നത് പണ്ടേ എൻ്റെ സ്വഭാവമാണ്. ക്ലീൻ ആക്കുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അത് മാറ്റിയിട്ട് ഇപ്പുറത്തോട്ടൊക്കെ മാറ്റിയിട്ട് നോക്കും, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ബാത്റൂമോടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാത്റൂം ജസ്റ്റ് തറയൊന്ന് ഓടിച്ച് ഒന്ന് സെറ്റാക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ഒന്ന് ഷടപടേന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ 4-5 മണിയായി. ഇനിയിപ്പോൾ വിളക്കൊക്കെ കത്തിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്ത് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇനി ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഒരു ദിവസം കണ്ടുപിടിക്കണം. അതെനിക്ക് ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ദിവസം നോക്കി വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഫോട്ടോസ് എല്ലാം ഒന്ന് തുടച്ച് നമ്മുടെ ഗ്ലാസും ഡോറും അലമാരയും കട്ടിലിൻ്റെ അടിഭാഗവും, ഇപ്പം ഞാൻ കട്ടിലിൻ്റെ അടിഭാഗം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല എന്താ പറയുക, ഞാൻ ഓക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കൂടെ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് അത്രയും സമയം കൂടി എടുക്കും, അത്രയും കൂടെ മെനക്കെടേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ ഒരു വീഡിയോ എടുക്കുന്നതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുക്കുന്നതെന്ന്. അതിപ്പോൾ ഇപ്പം വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് പറയുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. ചെയ്ത് നോക്കിയാലേ നമുക്ക് എന്തിൻ്റെയും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവൂ. അല്ലാതെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ആഴവും നമുക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം ഇതുപോലെ വീഡിയോസ് എടുക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് പെട്ടെന്ന് ക്ലിക്കാവും കേട്ടോ. നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ്. എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി ബാത്റൂം ക്ലീനിങ്ങിലോട്ട് പോവാം കേട്ടോ. ജസ്റ്റ് തറ മാത്രം ഒന്ന് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ബ്രഷ് ഒന്ന് ഉരച്ച് വെള്ളമൊഴിച്ച് വിടുന്നതേ ഉള്ളൂ, ഒന്ന് ക്ലീനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നീലൂസ് കയറുന്നതാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും മാക്സിമം ക്ലീനായിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കും ബാത്റൂം. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട്. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടങ്ങ് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ക്ലീനിങ്ങും കൂടി അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ക്ലീനിങ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ എന്താ പറയുക, ക്ലീനിങ് വീഡിയോസ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. എൻ്റെ കമൻറ്റ്, അതിൻ്റേതായിട്ടുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് എന്താ പറയുക, എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടണമെന്നും ഒക്കെ ഒരു
ഒരു ത്വര വരുന്നത് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വ്യൂസ് കാണുമ്പോൾ, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ, നിങ്ങൾ തരുന്ന ലൈക്ക്, അതിനെല്ലാം എനിക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്ന് വിളക്കൊക്കെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചേട്ടായിയെ കാത്തിരിക്കുക കേട്ടോ. ചേട്ടായി ഇപ്പോൾ വരും, കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം ക്ലീൻ ആക്കിയപ്പോൾ തന്നെ ഒരു സമാധാനമായി കേട്ടോ. പകുതി ജോലി അല്ല, ഓൾമോസ്റ്റ് ജോലികളും ഒഴിഞ്ഞു, ഭാരം ഒഴിഞ്ഞ പോലെ ഉണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മടിയൊക്കെ മാറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഇതുപോലെ കിടക്കും. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഇനി അങ്ങോട്ട് പഴയ രീതിയിൽ ആയി വരണം. ക്ലീനിങ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.